ഇത് ലാസ്റ്റ് ടൈമാണ്. ഇനി ഞാൻ ഒരിക്കലും അയാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ചെക്ക് ചെയ്യുകയോ അയാളെ പറ്റി അറിയാൻ ശ്രമിക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു തവണ കൂടി നോക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലോ വാട്സ്ആപ്പ് സ്റ്റാറ്റസോ ഫോളോവേഴ്സ് ലിസ്റ്റോ നിങ്ങൾ പിന്നെയും നോക്കിയിട്ടുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ പിന്നെയും നിങ്ങൾ അത് ചെയ്തിട്ട് എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കിത് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇതാണ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നിർത്താൻ പറ്റാതെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതിനുള്ള പരിഹാരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മാറണം എന്ന് വിചാരിക്കും, പിന്നെയും നമ്മൾ പഴയ പോലെ ആയി പോകും. ഒരുപാട് ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അയാളെ സ്റ്റോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ പ്രൊഫൈലൊക്കെ പോയി ചെക്ക് ചെയ്യുന്നത് എനിക്ക് അയാളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്ന്. പക്ഷേ സത്യസന്ധമായി നിങ്ങൾ ഇതിന് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇഷ്ടമുള്ളത് കൊണ്ടല്ല പലപ്പോഴും നമ്മൾ അവരെ സ്റ്റോക്ക് ചെയ്യുന്നത്. ചില സമയത്തൊക്കെ നമ്മൾക്ക് അൺസർട്ടനിറ്റി താങ്ങാൻ പറ്റാത്തത് കൊണ്ട്, അതായത് എന്താണ് സംഭവിക്കുന്നത് എന്നതിലൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്കൊരു റീഅഷുറൻസ് കിട്ടാൻ വേണ്ടിയുമാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് അവർക്ക് നമ്മളോട് ഇപ്പോഴും സ്നേഹമുണ്ട്, അവരിപ്പോഴും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, അവര് വേറെ ആരെയും ഡേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചിരിക്കുന്നത് പോലെ തന്നെ അയാളും സാഡ് ആണ് എന്നുള്ളതിന് പ്രൂഫ് കിട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവർ നമ്മളെ ചതിക്കുന്നില്ല എന്നുള്ളൊരു പ്രൂഫിന് വേണ്ടി നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. എന്നിട്ട് എപ്പോഴും നമ്മളുടെ ഉത്തരം എനിക്ക് അയാളോട് ഇഷ്ടമുള്ളത് കൊണ്ട് ആണെന്നായിരിക്കും. നമുക്ക് ഈ അൺസർട്ടനിറ്റി താങ്ങാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ തുടങ്ങും. എന്തിനാണെന്നറിയോ? നമുക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി. ആൻഡ് ഇത് നമ്മളുടെ ബ്രെയിനിന് ഒരു അഡിക്ഷൻ പോലെ ആയി മാറുകയും ചെയ്യും. അതായത് നിങ്ങൾക്കൊരു വലിയ അസുഖമുണ്ട് എന്ന് നിങ്ങൾക്കൊരു സംശയം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ ബ്ലഡ് റിസൾട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നു. അങ്ങനെ ആകുമ്പോൾ ഈ 2 ദിവസം നിങ്ങൾക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. എപ്പോഴും എന്തായിരിക്കും എന്റെ റിസൾട്ട്, എനിക്കിനി അസുഖം ഉണ്ടാവോ എന്നുള്ള ചിന്ത കാരണം തന്നെ ആ ഒരു ചിന്തയിൽ നിന്ന് റിലീഫ് കിട്ടാൻ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കും, ChatGPT ചോദിക്കും, ഫ്രണ്ട്സിനോട് സംസാരിക്കും, വേറെ ഡോക്ടേഴ്സിനോടൊക്കെ ചിലപ്പോൾ സംസാരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഗൂഗിളോ ChatGPT ചെക്ക് ചെയ്യുമ്പോൾ ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാകാം എന്നുള്ളൊരു സൂചന കൂടി കാണുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ കൂടുകയും ചെയ്യും. ഇതേപോലെ തന്നെയാണ് സ്റ്റോക്കിങ്ങിലും സംഭവിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ, പല്ല് തേക്കുന്നതിന് മുഖം കഴിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അയാളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, നിങ്ങൾക്കൊരു ആശ്വാസമായി, നിങ്ങൾ പല്ലൊക്കെ തേച്ച് തിരിച്ചു വരുന്നു, പിന്നെയും നിങ്ങൾ ഫോൺ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റോറി കാണുന്നു, അല്ലെങ്കിൽ ഒരു ഫോളോവർ കൂടിയതായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ വരും. ഈ ടെൻഷൻ വരുമ്പോൾ അത് കുറയ്ക്കണം. പിന്നെ നിങ്ങൾ ചിലപ്പോൾ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോകും. അല്ലെങ്കിൽ സ്റ്റോറിയിൽ അവരാരെ ടാഗ് ചെയ്തു എന്ന് നോക്കി അവരാരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും. ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ പിന്നെയും അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇത് നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ആരാണെന്ന് അറിയാൻ പറ്റുമ്പോൾ നിങ്ങൾക്കൊരു കൺട്രോൾ കിട്ടുന്നുണ്ട്, നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നുണ്ട്. പക്ഷെ പിന്നെയും ഇത് നിങ്ങളുടെ ക്യൂരിയോസിറ്റി കൂട്ടുകയും നിങ്ങൾക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. നമ്മളുടെ ബ്രെയിനിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഒരു റിലീഫ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹാബിറ്റായി മാറുകയും ചെയ്യുന്നു. അപ്പോ ഇത് മാറ്റാൻ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇത് മാറ്റാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഞാൻ സ്റ്റോക്ക് ചെയ്യുന്നത് എന്ന്. ഇന്നു മുതൽ നിങ്ങളുടെ ഉത്തരം എനിക്കാരോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നാണെങ്കിൽ ഒന്നുകൂടി ഈ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ട സമയമായി. ശരിക്കും ഇഷ്ടം കൊണ്ടാണോ നിങ്ങളിത് ചെക്ക് ചെയ്യുന്നത്, അതോ ഞാൻ നേരത്തെ പറഞ്ഞ റീസൺസ് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ആദ്യം ഇത് റിയലൈസ് ചെയ്യുക. അതിനുശേഷം ഇത് നമുക്ക് നിർത്തണ്ടേ? പലപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് ഇത് നിർത്താൻ പറ്റാതെ ഒരുപാട് സ്ട്രെസ്സിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവാം. അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആണ് ഇത് നിർത്താൻ ശ്രമിക്കാതെ ഇരിക്കുക. ഇത് കംപ്ലീറ്റ്ലി നിർത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് ഇത് പറ്റൂ. അതായത് ഇനി മുതൽ ഞാൻ അവനെ സ്റ്റോക്ക് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾക്ക് കുറച്ച് നേരം പറ്റും, പിന്നെയും നിങ്ങൾ പഴയ പോലെ ആകും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ വഴി 15 മിനിറ്റ്സ് ഡിലേ. അതായത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ തോന്നുന്നോ ആദ്യം നിങ്ങൾ റിയലൈസ് ചെയ്യുക. അതിനുശേഷം 15 മിനിറ്റ് ഇത് നീട്ടി വെക്കാൻ പറ്റുമോ നോക്കുക. 15 മിനിറ്റത്തേക്ക് ഞാൻ സ്റ്റോക്ക് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ അവെയർ ആകുന്നു, അപ്പൊ തന്നെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാനിത് ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആ ഫോണിന്റെ കൂടെ തന്നെ നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾ കാത്തിരിക്കുവാണെങ്കിൽ നിങ്ങൾ പിന്നെയും സ്റ്റോക്ക് ചെയ്യും, ഒരു സംശയവും വേണ്ട. അത് ഇങ്ങനെയായിരിക്കും, ഞാനിനി ജീവിതത്തിൽ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മദ്യപാനിയായ ആള് ബാറിന് മുമ്പിൽ തന്നെ നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ കുപ്പി മുമ്പിൽ വെച്ചിട്ട്
ഞാനിനി കുടിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത് പോലെ. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വിൽ പവർ ടെസ്റ്റ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രിഗർ എന്താണോ അത് മാറ്റിവെക്കുക. മദ്യപാനം നിർത്തുമെന്ന് തീരുമാനിക്കുന്ന ആൾ ബാറിന്റെ മുമ്പിൽ നിന്നും കുപ്പിയും മുമ്പിൽ നിന്നും മാറ്റിവെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയതുപോലെ തന്നെ ഫോൺ മാറ്റിവെക്കുക. അതിനുശേഷം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാകാം, ഫ്രണ്ട്സിനെ വിളിക്കുന്നതാകാം, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ജിമ്മിൽ പോകാൻ തുടങ്ങുന്നതാകാം, പുതിയൊരു സ്കില്ല് പഠിക്കുന്നതാകാം. പതുക്കെ പതുക്കെ നിങ്ങളുടെ ഫോക്കസ് വേറെ ഒന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. സോ ഈ 15 മിനിറ്റ് നിങ്ങൾ കാത്തിരിക്കാതെ നേരെ മറിച്ച് വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക. പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, ഈ ഏർജ്, അതായത് നമുക്ക് ഈ ചെയ്യണം എന്ന് ഇവിടുന്ന് വരുന്ന ഒരു ഏർജ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യും. അപ്പൊ ആദ്യം തന്നെ നീട്ടി വെക്കുക, ഇതിന്റെ ഫ്രീക്വൻസി കുറക്കുക എന്നുള്ളതായിരിക്കണം ഉദ്ദേശം. ഇത് മൊത്തത്തിൽ മാറ്റാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് 50 മിനിറ്റ്സ് ഡിലേ ചെയ്യുന്നു, ഫ്രീക്വൻസി കുറക്കുന്നു. പറ്റുമെങ്കിൽ അവരുടെ സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ മ്യൂട്ട് ചെയ്തിടുക, വേണമെങ്കിൽ അവരെ അൺഫോളോ ചെയ്യുക. അതുപോലെ അവരുടെ മെസ്സേജുകൾ വേണമെങ്കിൽ ആർക്കൈവ് ചെയ്യുക. പിന്നെയും വായിക്കുകയോ പിന്നെയും നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾ മാറാനുള്ള സമയം ഒരുപാട് എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മനസ്സിലാക്കുക, എത്ര ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റുന്നില്ല, ലൈഫിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CBT പോലെയുള്ള തെറപ്പികൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആക്കാനും ഈവൻ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് ഓൺലൈനായിട്ട് സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫിൽ ചെയ്താൽ മാത്രം മതി, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ bye. Thank you so much.